ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ പാർട്ട് 10 ലെസൺസ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്റർഫേസിംഗ് ചിപ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇന്ന് പുതിയൊരു ഇന്റർഫേസിംഗ് ചിപ്സ് നോക്കാം. നെക്സ്റ്റ് ഇസ് 8255. അപ്പം 8255 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ് ആണ്. അപ്പം പേര് കേൾക്കുമ്പം ഏത് ഇന്റർഫേസിംഗ് IC ചിപ്പാണെന്നുള്ളത് ഓർമ്മ വരണം. അത് എപ്പോഴും PSC ചോദിക്കുന്ന മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം 8255 അല്ലെങ്കിൽ 8255 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ്. അപ്പം നമുക്ക് അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസൈൻ ടു ഇന്റർഫേസ് ദ CPU വിത്ത് ഇറ്റ്സ് ഔട്ട്സൈഡ് വേർഡ് സച്ച് as ADC, DAC, കീബോർഡ് എക്സെട്ര. അപ്പം നമുക്ക് ഈ മ്യൂപ്പിനെ ഔട്ട്സൈഡ് ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്യിക്കാൻ സഹായിക്കും 825. അപ്പൊ ഈ മ്യൂപ്പിനെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലേക്കോ അല്ലെങ്കിൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിലേക്കോ കീബോർഡിലേക്കോ എങ്ങോട്ടെങ്കിലും നമുക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇന്റർഫേസ് പോസിബിൾ ആക്കുന്നത് ഈ ചിപ്പ് വഴിയാണ്. So it is a general purpose programmable IO device designed to interface the CPU with its outside world such as ADC, DAC, keyboard, etc. And it can be used with almost any microprocessor. അപ്പോൾ ഏകദേശം എല്ലാ മൈക്രോ പ്രോസസ്സറിനോട് കൂടിയും ഇന്റർഫേസ് പോസിബിൾ ആയിട്ടുള്ള ഒരു ചിപ്പാണ് ആര്? 8255. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പോർട്സുകളാണുള്ളത്. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണ്? ട്രാൻസ്ഫർ ആണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും വേണ്ടിയിട്ട് കുറച്ച് ബൈ ഡയറക്ഷണൽ പോർട്സ് ആണ് ഇതിനകത്തുള്ളത്. അപ്പം ആ പോർട്സ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ പോർട്ട് A, പോർട്ട് B ആൻഡ് പോർട്ട് C. അപ്പം 3 പോർട്സ് ആണ്. 8-bit പോർട്ടാണ്, ബൈ ഡയറക്ഷനിലാണ്. അപ്പം 3 പോർട്സ് ആണ്, 8-bit ആണ്, ബൈ ഡയറക്ഷനിലാണ്. അതുപോലെ തന്നെ ഈ പോർട്ട് സിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പോർട്ട് C അപ്പറും പോർട്ട് C ലോവറും. അപ്പൊ ഇത്രയാണ് ഒരു 8255നെ കുറിച്ച് നിങ്ങൾ ബേസിക് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇറ്റ് ഈസ് എ പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ് ആണ്. അതിനകത്ത് 3 ബൈ ഡയറക്ഷണൽ 8-pin പോർട്സ് ആണുള്ളത്. പോർട്ട് A, പോർട്ട് B, പോർട്ട് C. പോർട്ട് സിനെ വീണ്ടും പോർട്ട് C അപ്പറും പോർട്ട് C ലോവറുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പോർട്സിനെ തന്നെ നമുക്ക് ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് ആയിട്ടും എന്ത് ചെയ്യാം? പ്രോഗ്രാം ചെയ്ത് വെക്കാം. ഇപ്പൊ ഇൻപുട്ട് ആയിട്ട് വേണം, ഇൻപുട്ട് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണലിൽ നിന്ന് നമ്മുടെ മ്യൂപ്പിലേക്ക് കൊടുക്കാനായിട്ടും വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. മ്യൂപ്പിൽ നിന്ന് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കാനായിട്ടും ഉപയോഗിക്കാം. ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അപ്പം ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ 2 modes. അപ്പൊ ഇതിന് 2 modes ഓഫ് ഓപ്പറേഷൻ ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡ്, അതല്ലെങ്കിൽ BSR മോഡ് എന്ന് പറയും. അപ്പം BSR മോഡ് ഇൻ 8255 എന്താന്ന് ചോദിച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ IO മോഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്. അപ്പൊ ഈ 2 മോഡ്സിലാണ് നമ്മുടെ ഈ 8255 എന്നുള്ള IC ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിനെ തന്നെ വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോഡ് 0, മോഡ് 1 ആൻഡ് മോഡ് 2. പിന്നെ ഇതൊരു 40-pin IC ആണ്. +5 റെഗുലേറ്റഡ് പവർ സപ്ലൈ വേണം അത് വർക്ക് ചെയ്യിക്കാനായിട്ട്. അപ്പൊ പോർട്ട് സിനെ 4 bits ആയിട്ടുള്ള 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പോർട്ട് C ലോവറും പോർട്ട് C അപ്പറും. അപ്പൊ ഇതാണ് നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട 8255ന്റെ 8255 എന്നുള്ള ICയുടെ ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പവർ സപ്ലൈസ് 2 കൊടുത്തിട്ടുണ്ട്. +5, ദെൻ ഗ്രൗണ്ട്, ദെൻ ഇവിടെ ഡേറ്റ, നമുക്ക് ഏത് ഡേറ്റ ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് നമ്മുടെ ഡേറ്റ ബസ് ബഫറിൽ കൊടുക്കും. അതാണ് ബൈ ഡയറക്ഷണൽ ഡേറ്റ ബസ് ബഫർ. ഡേറ്റ ഇന്നും ചെയ്യാം, ഡേറ്റ ഔട്ടും ചെയ്യാം. ദെൻ ആ ഡേറ്റ ബസ് ബഫറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ഉണ്ട്. ഡേറ്റ റീഡ് ചെയ്യണോ അതോ ഡേറ്റ റൈറ്റ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ആണ്. അതിനകത്തൊരു ചിപ്പ് സെലക്ട് ഉണ്ട്, അത് ആക്റ്റീവ് ലോ ആണ്. അപ്പൊ ചിപ്പ് സെലക്ട് ലോ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ IC എന്ത് ചെയ്യത്തുള്ളൂ? മ്യൂപ്പിയിലേക്ക് ഇന്റർഫേസിങ് ആവത്തുള്ളൂ. അതായത് ചിപ്പ് സെലക്ട് എന്നുള്ള പിൻ ഇനേബിൾ ആയി കഴിഞ്ഞാൽ മാത്രമേ IC മ്യൂപ്പി ആയിട്ട് ഇന്റർഫേസിങ് പോസിബിൾ ആക്കത്തുള്ളൂ. അപ്പൊ ചിപ്പ് സെലക്ട് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലോ പിൻ ആണ്. അത് ഇനേബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിപ്പ് സെലക്റ്റിൽ 0 കൊടുക്കണം.
Then read control, write control ലോജിക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന കുറച്ച് പിൻസ് ആണ്. എന്തൊക്കെയാണ്? റീഡ്, റൈറ്റ്, ആക്റ്റീവ് ലോ പിൻസ് ആണ്. ദെൻ A0 A1 ഇത് ഫോർ മോഡ് സെലക്ഷൻ ആണ്. ദെൻ എന്താണ്? റീസെറ്റ്. അപ്പൊ ഇത്രയാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബ്ലോക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലേ. ദെൻ നമുക്കറിയാം ഇതിനകത്ത് 3 സെറ്റ് ബൈ ഡയറക്ഷണൽ പോർട്സ് ഉണ്ട് അല്ലേ. ആ 3 സെറ്റ്സിനെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും. അപ്പൊ ഗ്രൂപ്പ് എ ആണ് അപ്പർ പോർഷൻ. ഈ ഗ്രൂപ്പ് എയുടെ കൺട്രോൾ, ഗ്രൂപ്പ് എ കൺട്രോളിനകത്ത് വരുന്നതാണ് എന്ത്? പോർട്ട് എയും പോർട്ട് സിയുടെ അപ്പറും. അപ്പൊ പോർട്ട് എ എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് ആക്ട് ചെയ്യും. പോർട്ട് A0 ടു പോർട്ട് A7. ദെൻ ഗ്രൂപ്പ് എയിൽ തന്നെ വരുന്ന ബാക്കി പോർഷൻ ആണ് പോർട്ട് സിയുടെ അപ്പർ 4 ബിറ്റ്. അതാണ് ആ കാണിച്ചേക്കുന്നത്. പോർട്ട് C4 ടു പോർട്ട് C7. അതുപോലെ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് ബിക്കകത്ത് എന്തായിരിക്കും അപ്പം ബാക്കിയുള്ളത്? പോർട്ട് സിയുടെ ലോവറും, അതായത് PC0 തൊട്ട് PC3 വരെയും. ദെൻ പോർട്ട് ബി, പോർട്ട് ബി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പോർട്ട് B0 തൊട്ട് പോർട്ട് B7 വരെയുള്ള പിൻസ്. ഓക്കെ ആണല്ലോ. അത്രയും ഇൻപുട്ട് ഔട്ട്പുട്ട് ബൈ ഡയറക്ഷണൽ പോർട്സ് ആണ്. അപ്പൊ നമുക്കറിയാം 8255-ന് 3 പോർട്സ് ആണുള്ളത്. ആ 3 പോർട്സിനെ 2 ഗ്രൂപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും. ഗ്രൂപ്പ് എക്കകത്ത് 8 ബിറ്റ് പോർട്ട് എ പ്ലസ് 4 ബിറ്റ് പോർട്ട് സി, പോർട്ട് സിയുടെ അപ്പർ 4 ബിറ്റ്സ്. അതുപോലെ ഗ്രൂപ്പ് ബി കൺട്രോളിനകത്ത് വരുന്നതാണ് എന്ത്? പോർട്ട് ബിയും ദെൻ പോർട്ട് സിയുടെ ലോവറും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് 8255-നെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ. അപ്പം 8255-ന് ഒരു ഡേറ്റാ ബസ് ബഫർ ഉണ്ട്. ആ ഡേറ്റാ ബസ് ബഫറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ഉണ്ട്. ആ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കിനകത്താണ് കൺട്രോൾ സിഗ്നൽസ് ആയ റീഡ്, റൈറ്റ്, A1 A0 റീസെറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ 8255-നെ സെലക്ട് ചെയ്യാനായിട്ടൊരു ചിപ്പ് സെലക്ട് ആക്റ്റീവ് ലോ പിൻ ഉണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ എൻറ്റയർ 3 പോർട്സിനെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും. ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ പോർട്ട് എ, ദെൻ പോർട്ട് സി അപ്പർ, ആൻഡ് ഗ്രൂപ്പ് ബി ഈസ് പോർട്ട് ബി ആൻഡ് പോർട്ട് സി ലോവർ 4 ബിറ്റ്സ്. ഓക്കെ ആണല്ലോ. ഇതെല്ലാം ബൈ ഡയറക്ഷണൽ 8 ബിറ്റ് പോർട്സ് ആണ്. നമ്മൾ പറഞ്ഞ കാര്യം, ഇറ്റ് ഹാസ് 2 കൺട്രോൾ ഗ്രൂപ്പ്സ്, കൺട്രോൾ ഗ്രൂപ്പ് എ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ് ബി. Control group A consists of port A and port C upper. Control group B consists of port C lower and port B. Clear ആണല്ലോ. നെക്സ്റ്റ് നമ്മളിപ്പോൾ നോക്കിയതാണ് പിൻസ് ഓഫ് പോർട്ട് എ. പോർട്ട് എ എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്, PA0 ടു PA7. ദെൻ പിൻസ് ഓഫ് പോർട്ട് ബി എന്ന് പറഞ്ഞാൽ PB0 ടു PB7. പിൻസ് ഓഫ് പോർട്ട് സി എന്ന് പറഞ്ഞാൽ PC0 ടു PC7. Then data pins for the transfer of data ആണ് D0 തൊട്ട് D7 വരെ. Then reset എന്ന് പറഞ്ഞാൽ reset input, read, write input, chip select. Read, write and chip select active low pins. Then A1 and A0 address pins. Then നമ്മൾ പറഞ്ഞിരുന്നു 8255-ന് ബേസിക്കലി 2 ഓപ്പറേറ്റിംഗ് മോഡ്സ് ആണുള്ളത്, ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡും ദെൻ എന്താണ് ഇൻപുട്ട് ബാർ ഔട്ട്പുട്ട് മോഡും. ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ ഇഫ് MSB ഓഫ് കൺട്രോൾ വേർഡ് D7 is 0, then this programmable peripheral interface 8255 works in BSR mode. In this mode only port C bits are used for set or reset. അപ്പൊ നമ്മൾ BSR മോഡില് പോർട്ട് സിനെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പോർട്ട് സി എന്താ ചെയ്യുന്നത്? ആ പോർട്ട് സിയിലെ ബിറ്റ്സ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതാണ് കൺട്രോൾ രജിസ്റ്റർ ഇൻ BSR മോഡ്. അപ്പം BSR മോഡില് നമ്മൾ D0 തൊട്ട് നമ്മുടെ ഡേറ്റ പിൻസ് ആണ് D0 തൊട്ട് D7 വരെ അല്ലേ. അപ്പൊ D0 തൊട്ട് D7 വരെയുള്ള ഡേറ്റ പിൻസിൽ D7 0 ആവുമ്പോൾ
അതായത് D7 0 ആവുമ്പോഴാണ് ഏത് മോഡിലേക്ക് പോകുന്നത്? BSR മോഡിലേക്ക് പോകുന്നത്. BSR മോഡിലേക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് D0 എന്നുള്ളത് സെറ്റ് ചെയ്യുകയോ റീസെറ്റ് ചെയ്യുകയോ ചെയ്യാം. ഇപ്പൊ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 കൊടുക്കണം D0-ല്. റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഏത് ബിറ്റിനെയാണ്, അല്ലെങ്കിൽ ഇപ്പം പോർട്ട് സിയിലെ ബിറ്റ് നമ്പർ ഇവിടെ സ്പെസിഫൈ ചെയ്യണം. ഇപ്പൊ പോർട്ട് സിയിലെ 5th ബിറ്റ് ആണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? സെറ്റ് ചെയ്യുക റീസെറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ബിറ്റ് നമ്പർ അവിടെ കൊടുക്കുക. ഇപ്പൊ പോർട്ട് 5 ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? 101. ദെൻ അത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 കൊടുക്കുക. റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക? D0-ല് 0 കൊടുക്കുക. അപ്പം BSR മോഡില് നമ്മൾ ഡേറ്റ വേർഡിനകത്തുള്ള D7 എന്നുള്ള വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ആണെന്നുണ്ടെങ്കിൽ ആ പോർട്ട് ആ IC എന്തായിരിക്കും? BSR മോഡിലായിരിക്കും എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. BSR മോഡിന്റെ പ്രത്യേകത എന്താണ്? അത് പോർട്ട് സിനെയാണ് എന്ത് ചെയ്യിക്കുന്നത്? In this mode only port C bits are used for set or reset. പോർട്ട് C ബിറ്റ്സിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ D0 എന്നുള്ള ഈ പൊസിഷനിലാണ് ആ ബിറ്റ് വെച്ചിട്ടാണ് സെറ്റും റീസെറ്റും കൊടുക്കുന്നത്. പോർട്ട് C ബിറ്റ് നമ്പർ ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഈസ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്. ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ MSB ഓഫ് ദ കൺട്രോൾ വേർഡ്, അതായത് കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ രജിസ്റ്ററിലെ വാല്യൂസ് ആണ്. അപ്പൊ D7 എന്നുള്ളത് എന്താക്കുക? 1 ആക്കി കൊടുക്കുക. D7 എന്നുള്ള ബിറ്റ് 0 ആവുമ്പോൾ ഏത് മോഡാണ്? BSR മോഡ്. അത് 1 ആവുമ്പോഴത്തേക്കും എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിനെ തന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തായിരുന്നു. 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോഡ് 0, മോഡ് 1, മോഡ് 2. ഇനി ഓരോ മോഡ്സിലും എന്താ നടക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ് സ്പെസിഫൈ ചെയ്യുമ്പോൾ ഉള്ള കൺട്രോൾ രജിസ്റ്റർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഓരോ വാല്യൂസ് ഒന്ന് നോക്കിക്കേ. നമുക്കറിയാം 8 ബിറ്റ് ആണ്. D0 തൊട്ട് D7 വരെ ഉണ്ട്. D7 പിന്നാണ് BSR മോഡാണോ IO മോഡാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ D7 പിന്ന് 1 ആയപ്പോഴത്തേക്കും ഇത് എന്താണെന്ന് മനസ്സിലായി? ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ പോർട്സും എന്ത് ചെയ്യാം? അവൈലബിൾ ആണ്. പോർട്ട് എയും പോർട്ട് ബിയും പോർട്ട് സിയും നമുക്ക് അവൈലബിൾ ആണ്. അതിന് തന്നെ ആ മോഡ് സെലക്ഷൻ ഓഫ് പോർട്ട് എ, നമുക്കറിയാം ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിൽ 3 മോഡ്സ് ഉണ്ട്. മോഡ് 0, മോഡ് 1, മോഡ് 2. അതിൽ ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ D5ഉം D6ലെയും വാല്യൂസ് ആണ്. അതാണ് മോഡ് സെലക്ഷൻ ഓഫ് പോർട്ട് എ തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ നെക്സ്റ്റ് മോഡ് സെലക്ഷൻ ഓഫ് പോർട്ട് ബി തീരുമാനിക്കുന്നത് ഏതാണ്? D2 എന്നുള്ള വാല്യൂ ആണ്. അപ്പൊ മോഡ് സെലക്ഷൻ ഓഫ് പോർട്ട് എ തീരുമാനിക്കുന്നത് D5, D6 എന്നുള്ള വാല്യൂ ആണ്. മോഡ് സെലക്ഷൻ ഓഫ് പോർട്ട് ബി തീരുമാനിക്കുന്നത് ആരാണ്? D2 എന്നുള്ള രജിസ്റ്ററിലെ വാല്യൂസ് ആണ്. അപ്പൊ D2 എന്നുള്ള പൊസിഷനിലെ ബിറ്റ് ആണ് തീരുമാനിക്കുന്നത് മോഡ് സെലക്ഷൻ ഓഫ് പോർട്ട് ബി. ദെൻ നോക്കിക്കേ, ഇനി D4ലെ വാല്യൂ ആണ് എന്ത് തീരുമാനിക്കുന്നത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഓഫ് പോർട്ട് എ. അപ്പൊ പോർട്ട് എയുടെ IO ഫംഗ്ഷൻ തീരുമാനിക്കുന്നത് D4ലെ വാല്യൂ ആണ്. അതുപോലെ തന്നെ പോർട്ട് സി അപ്പറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ തീരുമാനിക്കുന്നത് ആരാണ്? D3 ആണ്. അപ്പൊ അത് ഇൻപുട്ട് ആയിട്ട് വർക്ക് ചെയ്യണോ ഔട്ട്പുട്ട് ആയിട്ട് വർക്ക് ചെയ്യണോ തീരുമാനിക്കുന്നതാണ് ഈ D3 എന്നുള്ള ബിറ്റ്. പോർട്ട് സിയിലെ അപ്പർ. D4 ആണെങ്കിൽ പോർട്ട് എ ഇൻപുട്ട് ആയിട്ട് വർക്ക് ചെയ്യണോ പോർട്ട് എ ഔട്ട്പുട്ട് ആയിട്ട് വർക്ക് ചെയ്യണോ തീരുമാനിക്കുന്നത് D4ലെ വാല്യൂ ആണ്. അപ്പൊ എപ്പോഴാണ് ഇൻപുട്ട് ആവുന്നത്? ഈ വാല്യൂ 1 ആവുമ്പോ ഇൻപുട്ട് ആവും, 0 ആവുമ്പോ എന്താവും? ഔട്ട്പുട്ട് ആവും. ക്ലിയർ ആണല്ലോ? അതുപോലെ മോഡ് സെലക്ഷൻ ഓഫ് പോർട്ട് ബി തീരുമാനിക്കുന്നത് നമ്മൾ D2 ആന്ന് പറഞ്ഞു. അപ്പം D2-ൽ തന്നെ 0 വന്നാൽ മോഡ് 0-ലും വർക്ക് ചെയ്യും, 1 വന്നു കഴിഞ്ഞാൽ മോഡ് 1-ലും വർക്ക് ചെയ്യും.
അപ്പൊ ഈ രണ്ട് മോഡ്സിലെ നമുക്ക് പോർട്ട് ബിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ 0യും 1ഉം. 0 എന്ന് പറഞ്ഞാൽ മോഡ് 0, 1 എന്ന് പറഞ്ഞാൽ മോഡ് 1. Then input output function of port C lower. അപ്പൊ പോർട്ട് സി ലോവർ ഇൻപുട്ട് ആയിട്ട് വർക്ക് ചെയ്യണോ ഔട്ട്പുട്ട് ആയിട്ട് വർക്ക് ചെയ്യണോ തീരുമാനിക്കുന്നത് ആരാണ്? D0 രജിസ്റ്റർ. D0 പൊസിഷനിലെ വാല്യൂസ് ആയിരിക്കും. അപ്പൊ ഒന്നും കൂടെ നോക്കിക്കേ, നമുക്ക് D0 തൊട്ട് D7 വരെയുള്ള വാല്യൂസ് ഉണ്ട്. D7 1 ആയി കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിൽ തന്നെ 3 മോഡുണ്ട്: മോഡ് 0, മോഡ് 1, മോഡ് 2. അതിൽ പോർട്ട് എയ്ക്കകത്ത് മോഡ് 0യും മോഡ് 1ഉം മോഡ് 2ഉം വർക്ക് ചെയ്യും. അപ്പൊ അതിനെ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് D5ഉം D6 രജിസ്റ്റർ എടുക്കാം. ആ ബിറ്റ് വാല്യൂസ് 00 വന്നു കഴിഞ്ഞാൽ M0 ഓഫ് പോർട്ട് എ. ദെൻ M1 01 എന്ന് പറഞ്ഞാൽ M1 മോഡ് 1 ഓഫ് പോർട്ട് എ. ദെൻ 10യോ 11ഓ വന്നു കഴിഞ്ഞാൽ മോഡ് 2 ഓഫ് പോർട്ട് എ. ഇനി ആ പോർട്ട് എ തന്നെ ഇൻപുട്ട് ആയിട്ടാണോ ഔട്ട്പുട്ട് ആയിട്ടാണോ വർക്ക് ചെയ്യേണ്ടതെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? D4ലെ ബിറ്റ് പൊസിഷൻ ആണ്, ബിറ്റ് വാല്യൂ ആണ് അല്ലെ. D4ൽ അത് 1 ആണെങ്കിൽ ഇൻപുട്ട് ആയിട്ടും D4ൽ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ടും പോർട്ട് എ ആക്ട് ചെയ്യും. ദെൻ D3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഓഫ് പോർട്ട് സി അപ്പർ ആണ്. ദെൻ മോഡ് സെലക്ഷൻ ഓഫ് പോർട്ട് ബി ആണ് D2. പോർട്ട് ബിക്ക് 2 മോഡാണ്, മോഡ് 0യും മോഡ് 1ഉം. അത് തന്നെ പോർട്ട് ബി ഇൻപുട്ട് ആയിട്ടാണോ ഔട്ട്പുട്ട് ആയിട്ടാണോ വർക്ക് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് D1ലെ വാല്യൂ ആണ്. ദെൻ D0ലെ വാല്യൂ ആണ് പോർട്ട് സി ലോവറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ പോർട്ട് സി ലോവർ ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആയിട്ടാണോ വർക്ക് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? D0ലെ വാല്യൂ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ആണ് IO മോഡില് കൺട്രോൾ രജിസ്റ്ററിൽ നമുക്ക് വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ. ഓക്കെ ആണല്ലോ. അത് ഓരോ ബിറ്റിന്റെ പൊസിഷൻ അനുസരിച്ച് അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ നമുക്ക് ഡേറ്റേനെ ഇന്നാണോ ഔട്ടാണോ ചെയ്യിക്കേണ്ടതെന്ന് വെച്ചാൽ അത് കറസ്പോണ്ടിങ് എന്ത് ചെയ്തോളും? പെർഫോം ചെയ്തോളും. അപ്പം പോർട്ട് എക്കുള്ളത് D5, D6, D4, D5, D6. ദെൻ പോർട്ട് സി അപ്പറിനുള്ളത് D3, പോർട്ട് സി ലോവറിനുള്ളത് D0, ദെൻ പോർട്ട് ബിക്കുള്ളത് D2, D1. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയാണ് IO മോഡിന്റെ വർക്കിംഗ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു IO മോഡിൽ തന്നെ again 3 മോഡ്സ് ഉണ്ടെന്നല്ലേ. അതിൽ തന്നെ മോഡ് 0, മോഡ് 1, മോഡ് 2. മോഡ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദിസ് മോഡ് all the 3 ports, that is port A, port B and port C can work as simple input function or simple output function. And in this mode there is no interrupt handling capacity. അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പോർട്ട് എനെയും പോർട്ട് ബിനെയും പോർട്ട് സിനെയും ഇൻപുട്ട് ഫംഗ്ഷനും ഔട്ട്പുട്ട് ഫംഗ്ഷനും വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന മോഡാണ് എന്ത്? മോഡ് 0. അപ്പൊ മോഡ് 0 സെലക്ട് ആയി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് നമുക്ക് ഇൻ ചെയ്യുകയോ കറസ്പോണ്ടിങ് പോർട്സിൽ കൂടെ ഒന്നുകിൽ ഡേറ്റ ഇൻ ചെയ്യുകയോ ഔട്ട് ചെയ്യുകയോ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് എന്തുണ്ട്? ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഇല്ല. ഇൻ ദിസ് മോഡ് ദർ ഇസ് നോ ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. അപ്പൊ ഒരു ബേസിക് വർക്കിംഗ് നടക്കുന്ന മോഡാണ് എന്ത്? മോഡ് 0. നെക്സ്റ്റ് വൺ ഇസ് മോഡ് 1. മോഡ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാൻഡ് ഷേക്ക് IO ഓർ സ്ട്രോബ്ഡ് IO മോഡ് എന്ന് പറയും. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് മോഡിലാണ് IOയുടെ ഏത് മോഡിലാണ് നമ്മുടെ 8255 ഹാൻഡ് ഷേക്കിംഗ് മോഡ് എന്ന് പറയുന്നത് ഏതാന്ന് ചോദിച്ചാൽ മോഡ് 1 ഓഫ് IO. ഓക്കെ ആണല്ലോ. അപ്പൊ ഹാൻഡ് ഷേക്ക് IO മോഡെന്നോ അല്ലെങ്കിൽ സ്ട്രോബ്ഡ് IO മോഡെന്നോ ഒക്കെ പറയും. ഇവിടെ എന്ന് പറഞ്ഞാല് in this mode either port A or port B can work as simple input port or simple output port. ഇവിടെ നമുക്ക് പോർട്ട് എയും പോർട്ട് ബിയും മോഡ് 0നെ പോലെ തന്നെ സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബട്ട് പോർട്ട് സി ബിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഹാൻഡ് ഷേക്ക് സിഗ്നൽസ്
ബിഫോർ ആക്ച്വൽ ഡേറ്റ ട്രാൻസ്മിഷൻ. പക്ഷേ മോഡ് 1 സെലക്ട് ആയി കഴിഞ്ഞാൽ പോർട്ട് സിയിലെ ബിറ്റ്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഹാൻഡ് ഷേക്ക് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാൻഡ് ഷേക്ക് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മ്യൂപ്പി ഇപ്പം അത്യാവശ്യം സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ പെരിഫറൽ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ പെരിഫറൽ ഡിവൈസിന് നമ്മുടെ മ്യൂപ്പിയുടെ അത്ര സ്പീഡ് ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഒരു സിങ്ക്രണൈസേഷൻ പോസിബിൾ ആക്കണം. അപ്പൊ ആ സിങ്ക്രണൈസേഷൻ പോസിബിൾ ആക്കുന്നതാണ് ഈ ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽസ്. അപ്പൊ നമ്മൾ ഈ ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽസ് നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിവൈസ് അത് എന്ത് ചെയ്യും? അക്നോളജ് ചെയ്തിട്ട് തിരിച്ച് മ്യൂപ്പിക്ക് അത് അറിയിക്കും. മ്യൂപ്പി അറിയിക്കും നമുക്ക് ആ സിഗ്നൽ അവിടെ കിട്ടി എന്നുള്ളത്. അപ്പൊ അത് കിട്ടി എന്നുള്ളത് അറിയിച്ചു കഴിയുമ്പോഴത്തേക്കും മ്യൂപ്പി എന്ത് ചെയ്യും? അതിന്റെ ഒരു സ്പീഡിലേക്ക്, ആ രണ്ട് സ്പീഡും ഉള്ള മിസ്മാച്ച് മാറ്റി ഒരേ സ്പീഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽസ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു ഡിലേ അവിടെ കോമ്പൻസേറ്റ് ചെയ്ത് പോകണം. അതാണ് ഈ ഹാൻഡ് ഷേക്ക് മോഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഹാൻഡ് ഷേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിഗ്നൽസ് ആണ് പോർട്ട് സിയിലെ ബിറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു മോഡിന് എന്ത് കപ്പാസിറ്റി ഉണ്ട്? ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉണ്ട്. കാരണം നമുക്ക് വേറൊരു ഡിവൈസിനെ അറിയിക്കണം, അല്ലെങ്കിൽ മ്യൂപ്പിക്ക് ഈ സിഗ്നൽ കൊടുക്കണം. അപ്പൊ മ്യൂപ്പിനെ അവിടെ എന്ത് ചെയ്യണം? ഇന്ററപ്റ്റ് ചെയ്യിക്കാനായിട്ട് ഈ മോഡിന് പറ്റും. അതായത് മ്യൂപ്പി ഇന്ററപ്റ്റ് ചെയ്യിച്ചാൽ മാത്രമേ എക്സ്റ്റേണൽ ഡിവൈസുമായിട്ടുള്ള ഈ ഹാൻഡ് ഷേക്കിംഗ് പോസിബിൾ ആവത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്തുണ്ട്? ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആർ ലാച്ച്ഡ്. അതായത് ആ സിങ്ക്രണൈസേഷൻ നടക്കണം. അവിടെ രണ്ടും ഒരുമിച്ച് ലാച്ച് ആയാൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ? വർക്ക് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, if a CPU wants to transfer data to a printer. അപ്പൊ നമ്മുടെ മ്യൂപ്പിക്ക് നമുക്ക് പ്രിന്ററിലേക്ക് ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇൻ ദിസ് കേസ്, since speed of processor is very fast as compared to relatively slow printer, so before actual data transfer, it will send handshake signals to the printer for synchronization of the speed of the CPU and the peripherals. അപ്പൊ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഈ സ്പീഡ് ആദ്യം ശരിയാക്കണം, അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ബിഫോർ ആക്ച്വൽ ഡേറ്റ ട്രാൻസ്ഫർ ഇറ്റ് വിൽ സെൻഡ് ഹാൻഡ് ഷേക്ക് സിഗ്നൽസ് ടു ദ പ്രിന്റർ. അപ്പൊ മ്യൂപ്പി എന്ത് ചെയ്യും? ഈ പ്രിന്ററിലേക്ക് ഈ IC വഴി ഹാൻഡ് ഷേക്ക് സിഗ്നൽസ് സെൻഡ് ചെയ്യും. എന്തിനാണ്? ഫോർ ദ സിങ്ക്രണൈസേഷൻ ഓഫ് ദ സ്പീഡ് ഓഫ് ദ CPU ആൻഡ് ദി പെരിഫറൽസ്. ആ സ്പീഡ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. അതായത് പ്രിന്റർ സ്ലോ ആണെങ്കിൽ ആ സ്ലോ ആയിട്ടുള്ള പ്രിന്ററിൽ നിന്ന് പെരിഫറൽസ്, അതായത് നമ്മുടെ 8255 എന്നുള്ള IC ഡേറ്റേനെ എന്ത് ചെയ്യണം? ആ ഒരു ഡിലേ കോമ്പൻസേറ്റ് ചെയ്ത് വേണം മ്യൂപ്പിക്ക് കൊടുക്കാനും മ്യൂപ്പിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തിക്കാനും. ക്ലിയർ ആണല്ലോ? അതാണ് മോഡ് 1, ഹാൻഡ് ഷേക്ക് മോഡ്. നോക്കിക്കേ, CPU പ്രിന്ററിലേക്ക് നമ്മൾ സ്ട്രോബ് വഴി ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽ പാസ് ചെയ്തു. ദെൻ അക്നോളജ്മെന്റ് കിട്ടി, ബിസി ആണെന്ന് അറിയിച്ചു. ദെൻ ആ D0 തൊട്ട് D7 വരെയുള്ള ആ വാല്യൂ ഡേറ്റ എന്താണെന്ന് വെച്ചാൽ അതിനെ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ദെൻ മോഡ് 2. മോഡ് 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ ബൈഡയറക്ഷണൽ ഡേറ്റ ബസ് മോഡ്. ഇൻ ദിസ് മോഡ് ഓൺലി പോർട്ട് A വർക്ക്സ് and port B can work either in mode 0 or mode 2. അപ്പൊ നമ്മൾ ആദ്യമേ IO പോർട്ടിന്റെ ബിറ്റ് പൊസിഷൻ വാല്യൂസ് പറഞ്ഞപ്പോഴേ പറഞ്ഞായിരുന്നു പോർട്ട് Aക്ക് മാത്രമേ മോഡ് 2ൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പോർട്ട് Aക്ക് മോഡ് 0 പോസിബിൾ ആണ്, മോഡ് 1 പോസിബിൾ ആണ്, ആൻഡ് മോഡ് 2ഉം പോസിബിൾ ആണ്. പോർട്ട് B ആണെന്നുണ്ടെങ്കിലോ മോഡ് 0ലെ മോഡ് 1ലോ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം മോഡ് 2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ട് A എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യും. ദെൻ പോർട്ട് B മോഡ് 0 വർക്ക് ചെയ്യും.
Then 6 bits port C are used as handshake signals. പിന്നെ പോർട്ട് സിയിലെ 6 ബിറ്റ്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഹാൻഡ് വേണ്ടിയിട്ട് ഉപയോഗിക്കും. This mode has also the capability of handling the interrupts. ഇപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ മോഡ് 2 എന്ന് പറയുമ്പോൾ എത്ര ഓർക്കുക? മോഡ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പോർട്ട് എ മാത്രമേ മോഡ് 2 വർക്ക് ചെയ്യത്തുള്ളൂ. ബാക്കി ഒരു പോർട്സിനും മോഡ് 2 വർക്ക് ചെയ്യത്തില്ല. അപ്പം പോർട്ട് എ മോഡ് 2 വർക്ക് ചെയ്യുമ്പോഴത്തേക്കും പോർട്ട് ബി മോഡ് 0 മോഡ് 1 വർക്ക് ചെയ്യും. അതുപോലെ തന്നെ പോർട്ട് സി എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള 6 ബിറ്റ്സ് എടുത്തിട്ട് നമ്മൾ ഹാൻഡ് ഷേക്കിങ്ങിന് ഉപയോഗിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ 8255 കുറിച്ച് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിന്റെ ഇന്റർഫേസിംഗ് ഒന്നും ഇന്റർഫേസിംഗ് വിത്ത് MUPs ഉണ്ട്, 8086 8085 ഒക്കെ, അതൊന്നും സിലബസിലില്ല. ജസ്റ്റ് ഇന്റർഫേസിംഗ് ചിപ്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത്രയും ചിപ്സ്, ഇത്രയും പോയിന്റ്സ് മിനിമം 8255 എന്ന് നോക്കിക്കൊണ്ട് പോവാം. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യം അതിന്റെ ബ്ലോക്ക് ഡയഗ്രം ഒന്ന് മനസ്സിലേക്ക് വരണം. അതിനു മുമ്പ് എന്താ ഓർമ്മ വരേണ്ട? 8255 എന്ന് പറഞ്ഞാൽ PPI, പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ്. അപ്പൊ 55 ഉണ്ട്. അപ്പൊ 2 PP, പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ്. അങ്ങനെ എങ്ങനെയെങ്കിലും ഓർത്ത് വെച്ചിരിക്കുക. MUPനെ എക്സ്റ്റേണൽ ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്യിക്കുന്ന പ്രോഗ്രാമബിൾ ഇന്റർഫേസിംഗ് IC ആണിത്. പിന്നെ അതിന് 3 പോർട്സ് ആണുള്ളത്. പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി. പോർട്ട് സിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പോർട്ട് സി ലോവറും പോർട്ട് സി അപ്പറും. ദെൻ അതിന്റെ 40 പിൻ IC ആണ്. +5 റെഗുലേറ്റഡ് പവർ സപ്ലൈ ആവശ്യമുണ്ട്. ദെൻ അതിന്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം. അതിനകത്ത് ഡേറ്റാ ബസ് ബഫർ ഉണ്ട്. ആ ഡേറ്റാ ബസ് ബഫറിലെ വാല്യൂസ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നത്. അപ്പൊ ട്രാൻസ്ഫർ ചെയ്തതിന് മുമ്പ് ഓരോ പോർട്ടും ഏത് മോഡിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതും അതിനകത്തുള്ള ബിറ്റ് വാല്യൂസ് ആണ്. ദെൻ ഓർക്കേണ്ടത് അതിനകത്ത് ഒരു റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ഉണ്ട്. അതിനകത്ത് റീഡും റൈറ്റും ചിപ്പ് സെലക്റ്റും എന്നുള്ളത് ആക്റ്റീവ് ലോ പിൻസ് ആണ്. ദെൻ എൻറ്റയർ പോർട്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും, സോറി 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് എ കൺട്രോളും ഗ്രൂപ്പ് ബി കൺട്രോളും. ഗ്രൂപ്പ് എക്കകത്ത് വരുന്നത് പോർട്ട് എ, പോർട്ട് സി അപ്പർ 4ഉം. ദെൻ ഗ്രൂപ്പ് ബിക്കകത്ത് വരുന്നത് പോർട്ട് ബിയും പോർട്ട് സി ലോവർ 4ഉം ആണ്. ദെൻ അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പിൻസ് അറിയാം. ദെൻ 2 ഓപ്പറേറ്റിംഗ് മോഡ്സ് ആണ് 8255 ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡും ദെൻ IO മോഡും. ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡില് കൺട്രോൾ വേർഡിലെ MSB D7 എന്നുള്ള ബിറ്റ് 0 ആവുമ്പോഴാണ് ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡ് വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ പോർട്ട് സിനെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ തന്നെ കൺട്രോൾ വേർഡിലെ D7 എന്നുള്ള പൊസിഷനിൽ 1 വരുമ്പോഴാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ് സെലക്ട് ചെയ്യുന്നത്. അത് തന്നെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോഡ് 0, മോഡ് 1, മോഡ് 2. അപ്പൊ ഈ പൊസിഷൻസ് ഒന്ന് നോക്കി വെക്കുക. ദെൻ മോഡ് 0 എന്ന് പറയുമ്പോഴത്തേക്കും 3 പോർട്സും ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ആയിട്ട് വർക്ക് ചെയ്യും. മോഡ് 1 എന്ന് പറയുമ്പോഴത്തേക്കും ഹാൻഡ് ഷേക്ക് ആണ്. പോർട്ട് എയും പോർട്ട് ബിയും ഹാൻഡ് ഷേക്കിന് ഉപയോഗിക്കും. ദെൻ പോർട്ട് സിയിലെ ബിറ്റ്സ് ആണ് ഹാൻഡ് ഷേക്ക് സിഗ്നൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പോർട്ട് എയും പോർട്ട് ബിയും ഡേറ്റ ട്രാൻസ്ഫറിനാണ് ഉപയോഗിക്കുന്നത്. ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്ലോ സ്പീഡുള്ള ഒരു പെരിഫറലുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും MUPയും എക്സ്റ്റേണൽ ഡിവൈസ് തമ്മിലുള്ള ഒരു സ്പീഡ് മിസ്മാച്ചിനെ സിങ്ക്രണൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽസ് ഉപയോഗിക്കുന്നത്. മോഡ് 2 എന്ന് പറയുമ്പോഴത്തേക്കും പോർട്ട് എ ആണ് മോഡ് 2 വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് പോർട്ട് ബി 0 1 വർക്ക് ചെയ്യും. പോർട്ട് സി എന്നുള്ളത് ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽസ് ആയിട്ട് വർക്ക് ചെയ്യും. മോഡ് 0 ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി ഇല്ല. മോഡ് 1 2 ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ 8255 ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ 8255 ക്ലിയർ ആണല്ലോ. പിന്നെ 8255ന്റെ പേര് PPI ആണ് അല്ലെ, പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ്. അപ്പൊ അതുപോലെ തന്നെ അതും കൂടെ ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രോഗ്രാമബിൾ പാരലൽ ഇൻപുട്ട് ഔട്ട്പുട്ട് IC.
അതായത് പാരലൽ ആയിട്ടാണ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. അതുകൊണ്ട് പ്രോഗ്രാമബിൾ പാരലൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽ IC എന്ന് പറഞ്ഞാലും ഏതാണ്? 8255 ആണ്. അപ്പം നമുക്ക് ഈ ICസിൻ്റെ ഇൻ്റർഫേസിങ് IC എല്ലാം കൂടെ തീർത്തിട്ട് നമുക്ക് കുറച്ച് MCQs ഒരു ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഇൻ്റർഫേസിങ് ചിപ്സ് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.